അടുത്തൊരു ചോദ്യം നോക്കാം. 8 സംഖ്യകളുടെ ശരാശരി എ ആണ്. 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്ര? പുതിയ ശരാശരി നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ശരാശരി എന്ന് പറയുന്നത് എന്താണ്? ശരാശരി സമം തുക ഭാഗം എണ്ണമാണ്. അങ്ങനാണെങ്കിൽ തുക എന്ന് പറയുന്നത് എന്താണ്? ശരാശരി ഇൻറ്റു എണ്ണമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ തുക എന്ന് പറയുന്നത് ശരാശരിയായ എ ഗുണം എണ്ണമായ 8. അങ്ങനെയാണ് 8 ഗുണം എ എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടുമല്ലോ. അപ്പൊ ഇവിടുത്തെ തുക 8A ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് 14, അതായത് ഈ തുകയിൽ ഒരു സംഖ്യയാണ് 14. ആ 14 മാറ്റിയിട്ട് പകരം 30 കൊടുത്താൽ പുതിയ ശരാശരി എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ തുകയ്ക്കകത്തുനിന്ന് 14 നമ്മളങ്ങ് കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 30 കൂട്ടി, അതായത് 14 മാറ്റി 30 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ഇത് 8 ടേം, അത് അതുപോലെ തന്നെ എഴുതുക. നമ്പർ മാത്രമുള്ള ടേം 30ഉം 14ഉം പ്ലസും മൈനസും. പ്ലസും മൈനസും വന്നാൽ വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ 16 വരും. അപ്പൊ പ്ലസ് 16 എന്നായില്ലേ? അപ്പൊ നമ്മൾ പുതിയ ശരാശരി കണ്ടുപിടിക്കേണ്ട അതുണ്ടല്ലോ, ആ തുക എന്ന് പറയുന്നത് 8A + 16 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി പുതിയ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കാം? ശരാശരി, അതായത് പുതിയ ശരാശരി സമം തുക 8A + 16 ഭാഗം എണ്ണം. എണ്ണം എന്ന് പറഞ്ഞാൽ 8 സംഖ്യയായിരുന്നു, ഒന്ന് മാറ്റിയിട്ട് മറ്റൊന്ന് വെച്ചതുകൊണ്ട് ഈ 8 എന്നുള്ള സംഖ്യ മാറുന്നില്ല. അപ്പൊ നമുക്ക് എണ്ണം 8 തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഈ 8A + 16 8 കോമൺ എടുക്കാം. 8 കോമൺ എടുക്കുകയാണെങ്കിൽ ബാക്കി അകത്ത് ഒരു A ഉണ്ട്, പ്ലസ് 16 8 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ഉണ്ട്. ബൈ 8 കൊടുക്കാം. 8 8ഉം വെട്ടിപ്പോയാൽ ബാക്കിയുള്ളത് A + 2 ആണ്. ഇതാണ് നമ്മുടെ പുതിയ ശരാശരി. അപ്പൊ ഓപ്ഷനിൽ ഓപ്ഷൻ A ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം.